അല്ല പുത്തൂല. നമ്മളിനി എന്ത് ചെയ്യും ദാസ? ദാസ നമ്മളിനി എന്ത് ചെയ്യും ദാസ? അപ്പോഴും പറഞ്ഞില്ലേ പോവണ്ട പോവണ്ട. ദുബായിലെ തെരുവുകളിലൂടെ ഞങ്ങൾ പറ്റിരായി തട്ടുച്ചക്ക് കളിക്കുകയും ഇത് മറ്റേ ഹിന്ദിക്കാരല്ല, ഇതൊക്കെ എന്താ പറഞ്ഞേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ബുർജ് ഖലീഫയും ദുബായ് മാളൊക്കെ ഒന്ന് കാണണം. അതുപോലെ അൽ മംസാർ ബീച്ചിലെ ഒരു അടിപൊളി ചാർക്കോൾ ചിക്കൻ കിട്ടാനുണ്ട്, അതൊന്ന് പോയി കഴിക്കണം. അങ്ങനെ കുറച്ച് അത്യാഗ്രഹങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ നെസിയുണ്ട്. ഞങ്ങളിങ്ങനെ ബസ്സിലൊക്കെ കയറി മെട്രോയിൽ പോകാനാട്ടോ പ്ലാൻ. കാരണം മെട്രോൻ്റെ ഒരു ഇതുകൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടുന്ന് ബസ്സിൽ കയറി പിന്നെ മെട്രോയിൽ കയറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകുന്നത് ദുബായ് മാളിലേക്കാണ് കേട്ടോ. നെസ്സി ഇവിടെ വന്നിട്ട് 1 year ആകാനായിട്ട് ഏകദേശം. പക്ഷെ അവൻ എവിടെയും പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ അവന് വേണ്ടിയാണ് ഇന്നത്തെ ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബുർജ് ഖലീഫ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ നമ്മളിന്ന് പുറത്തൊക്കെ പോകണമെന്ന്, വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെട്രോയിൽ 2 സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് സ്റ്റേഷനുകൾ ഇവിടെ നിന്നുണ്ട്. ഞാനിപ്പോൾ ജബൽ അലിയിലായതുകൊണ്ട് ഒരുപാട് സ്റ്റേഷനുകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പോൾ ദുബായിലൊരു പ്രത്യേക കാഴ്ച എന്ന് പറഞ്ഞാൽ പല രാജ്യക്കാരെയും കാണാമെന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര വ്യത്യസ്തരായ ആളുകളെ കാണാം, വ്യത്യസ്തമായ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് കാണാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് അപ്പോൾ ഇന്ന്. ഓക്കെ, അപ്പം ഏതായാലും ഞങ്ങളിതാ ഏകദേശം ബുർജ് ഖലീഫയുടെ അടുത്തെത്തി. ഇനി ഇറങ്ങിയിട്ട് നേരെ ദുബായ് മാളിനുള്ളിൽ പോവുക, കാഴ്ചകൾ കാണുക. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ബുർജ് ഖലീഫയിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. സൈഡായി പോവും സംഭവം. ഇവിടെ ഈ വാക്കിംഗ് എസ്കലേറ്ററൊക്കെ ഉണ്ടായിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൂടെ ഇല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കുക, കിലോമീറ്റർ ഇങ്ങനെ നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുപോകുന്നതുകൊണ്ട് ഓക്കെയാണ്. എന്നാലും പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഗൈസ്?
അപ്പോൾ ഈ വലിയ അക്വേറിയത്തിൽ കണ്ട മീനുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മീനുകളുടെ പേരൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഷാർക്കിനെയൊക്കെ കണ്ടു. ഇത്ര അടുത്ത് ഇത്രയും വലിയ മീനുകളെ കാണുന്നത് തന്നെ നമ്മൾ ഭയങ്കര അതിശയമല്ലേ. ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റുന്ന പോലെയാണല്ലോ അതിൻ്റെ ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബുർജ് ഖലീഫയുടെ താഴെ അവിടെ എത്തണം. കാരണം നമുക്കവിടെ വാട്ടർ ഡാൻസിങ്, ലൈറ്റ് ഷോ ഒക്കെ കാണാനുള്ളതാണ്. അപ്പോൾ നടന്ന് ഞങ്ങൾ മണ്ണിലൂടെ തന്നെ നടന്നിങ്ങനെ പോകും. അപ്പം സൈഡിൽ ഇങ്ങനെ പല വെറൈറ്റി സംഭവങ്ങളും ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഫുഡൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങണം എന്ന് തോന്നും. പക്ഷെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. കാരണം നാട്ടിലെ ക്യാഷിൻ്റെയും ഇവിടുത്തെ ക്യാഷിൻ്റെയും പ്രൈസ് ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക്കാണ് ഗൈസ്. കയ്യിൽ നിന്ന് കാശ് പോണത് അറിയില്ല. അങ്ങനെ നമ്മൾ നേരെ ബുർജിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ബുർജ് ഖലീഫയിൽ ലൈറ്റ് ഷോ ആണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. 7:30 7:45 ആ ടൈമിലാണ് ലൈറ്റ് ഷോ. അപ്പോൾ നമ്മൾ അതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ആ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതാണ്. കാരണം സോ എക്സ്പെൻസീവ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ദുബായ് മാളിൽ നിന്ന് ഒന്നും വാങ്ങിയില്ല. ഒരു കോഫിക്കൊക്കെ ഒരു 25 മുകളിലാണ് പൈസ. അപ്പം നമ്മൾ അത്ര റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഉള്ളത്. അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. പിന്നെയും എനിക്ക് ഈ വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർ ഡാൻസിൻ്റെ ആ ഒരു മ്യൂസിക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ. അതിനെക്കൊണ്ട് കറക്റ്റ് അതിൻ്റെ മ്യൂസിക്കുമായിട്ട് അത് ഭയങ്കര റിലേറ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഇനി എന്ത് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാലും അത് കറക്റ്റാവില്ല. പക്ഷേ വേറെ വഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. സോ ഏതായാലും ലൈറ്റ് ഷോ ഒക്കെ കണ്ടു. ഞാൻ ഒരുപാട് പകർത്തില്ല, കാരണം എല്ലാവരും കണ്ട കാഴ്ചകളാണ്. അതുകൊണ്ട് നമ്മളിനി തിരിച്ച് പോവാണ്. ഇനി നേരെ ട്രെയിനിൽ മെട്രോയിൽ നമ്മൾ ഗോൾഡ് സൂക്കിൽ പോകണം. ഗോൾഡ് സൂക്കിൽ പോയിട്ട് അവിടെ നിന്ന് ടാക്സി അല്ലെങ്കിൽ ആരെങ്കിലും വരാൻ പറയണം. ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമുക്ക് ധൈര്യത്തിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ മംസാറിലോട്ട് പോകാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ വാട്ടർഫാൾസ് കൂടെ കാണാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൂടെ കണ്ട് അതുകൂടെ ലാസ്റ്റ് കാണാനുള്ള കാഴ്ച ഇവിടെ. ബാക്കിയൊക്കെ നമ്മൾ ഷോപ്പിംഗ് സെൻറ്ററുകളും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി മംസാറിലേക്ക് പോകണം. ഇങ്ങനെ ആകാശത്തേക്ക് മലർന്ന് കടന്നിട്ട് വിമാനം പോകുന്നതും കാത്ത് വെറും വയറ്റോടെ ഇരിക്കുന്ന ട്രാവലർ ദാസ. നമ്മളിനി എന്ത് ചെയ്യും ദാസ? നമ്മളിനി എന്ത് ചെയ്യും ദാസ? നമ്മൾ നേരെ ഷാർജയിലേക്ക് നീന്തി കടന്നാലോ? ഷാർജയിൽ മാത്രം അതാ ഭയങ്കര ബിൽഡിംഗ് ഒക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ കണ്ടു മരുഭൂമിയാണ് ഗൈസ്. മരുഭൂമിയിൽ വന്നു വിട്ടു വിശന്ന് തളർന്ന് രണ്ടാത്മാവുകൾ. കോമഡി. പാവം വിശന്നിട്ട് തല കറങ്ങിയിട്ടിരിക്കുകയാണ്. വാശി പിടിച്ച് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് പിച്ചി, അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയാലോ, ഉള്ളത് കഴിച്ചാൽ മതിയായിരുന്നു. കോപ്പ് എന്നിട്ട് 5 മിനിറ്റ് കിടക്ക്. അങ്ങനെ ഞങ്ങൾക്ക് വിചാരിച്ച പോലെ ഫുഡൊക്കെ കിട്ടി. ഇത് കഴിച്ച് ഞങ്ങൾ നേരെ ഒരു ടാസ്ക് വിളിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
വീണ്ടും നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാൻ മതിയായിരിക്കും. ബൈ.